ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുറൈൻ എന്നുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ബെർണീസ് ഓബർലാൻഡിലെ ഏറ്റവും ആശ്വാസകരമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന ലോട്ടർബർണൻ താഴ്വരയ്ക്ക് മുകളിലായി മനോഹരമായ സ്വിസ് ഗ്രാമമായ മുറൈൻ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 1650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുറൈൻ ശാന്തതയും സാഹസികതയും സംയോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെ കാലമായി പ്രിയപ്പെട്ട സ്ഥലമാണ്. ശൈത്യകാലത്ത് സ്കീയിങ് മുതൽ വേനൽക്കാലത്ത് ഹൈക്കിംഗ്, മൗണ്ടൻ ബൈക്കിംഗ് വരെയുള്ള പ്രവർത്തനങ്ങൾക്കായി സന്ദർശകർ ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നു. മുറൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൽഫൈൻ സ്പോർട്സ് സെൻട്രം റോഡിലേക്കുള്ള നടത്തം ഒരു സവിശേഷ അനുഭവം പ്രദാനം ചെയ്യുന്നു. ഇത് സന്ദർശകരെ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിലും ആൽഫൈൻ മനോഹാരിതയിലും മുഴുകുന്നു. സ്വിറ്റ്സർലൻഡിലെ ഈ മനോഹരമായ ഭാഗത്തേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുവരുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന ചെറുതും എന്നാൽ നന്നായി ബന്ധിപ്പിച്ചതുമായ ഗതാഗത കേന്ദ്രമായ മുറൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. മുന്നോട്ടുള്ള പാത പ്രായോഗികം മാത്രമല്ല, മുറൈൻ്റെ അസാധാരണമായ ഭൂപ്രകൃതിയും പരിസ്ഥിതി പ്രാധാന്യവും യാത്രക്കാരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ആൽഫൈൻ സ്പോർട്സ് സെൻറ്ററിലേക്ക് നയിക്കുന്ന റോഡിലേക്ക് അടുക്കുമ്പോൾ പാത കൂടുതൽ വികസിതമാവുന്നു. ഹൈക്കിംഗ് പാതകളും സ്പോർട്സ് സെൻറ്ററും ഉൾപ്പെടെ സമീപത്തുള്ള വിവിധ ആകർഷണങ്ങളിലേക്കുള്ള ദിശകൾ സൂചിപ്പിക്കുന്ന തടി അടയാള പോസ്റ്റുകൾ ദൃശ്യമാണ്. പ്രകൃതിദത്തവും വളഞ്ഞു പൊളഞ്ഞതുമായ ഒരു പാതയിൽ നിന്ന് കൂടുതൽ ഘടനാപരമായ ഒരു റോഡിലേക്കുള്ള മാറ്റം ക്രമേണയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ നടത്തം സുഗമമായി അനുഭവപ്പെടാൻ അനുവദിക്കുന്നു. മുറൈനിലെ ആൽഫൈൻ സ്പോർട്സ് സെൻറ്ററത്തിന് മുന്നിലുള്ള മൂങ്ങപ്രതിമ സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രസകരവും അതുല്യവുമായ ഒരു കലാസൃഷ്ടിയാണ്. ഒരു പ്രമുഖ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് പ്രദേശത്ത് ചുറ്റി നടക്കുന്നവർക്ക് ഒരു പ്രതീകമായും കേന്ദ്ര ബിന്ദുവായും പ്രവർത്തിക്കുന്നു. മൂങ്ങപ്രതിമ ശ്രദ്ധേയമായ ഒരു കലാസൃഷ്ടി മാത്രമല്ല, പ്രതീകാത്മക പ്രാധാന്യവും വഹിക്കുന്നു. മൂങ്ങൾ പലപ്പോഴും ജ്ഞാനം, അവബോധം, നിഗൂഢത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പല സംസ്കാരങ്ങളിലും അവയെ രാത്രിയിലെ സൃഷ്ടികളായി ബഹുമാനിക്കുന്നു. അറിവ്, ഉൾക്കാഴ്ച, സാധാരണയ്ക്കപ്പുറം കാണാനുള്ള കഴിവ് എന്നിവ ഉൾക്കൊള്ളുന്നതായി പലപ്പോഴും കരുതപ്പെടുന്നു. മുറൈൻ്റെ പശ്ചാത്തലത്തിൽ മൂങ്ങയ്ക്ക് പ്രകൃതിയുമായും ആൽഫൈൻ പരിസ്ഥിതിയുമായും പ്രദേശത്തിനുള്ള ആഴത്തിലുള്ള ബന്ധത്തെ പ്രതീകപ്പെടുത്താൻ കഴിയും. ആൽഫൈൻ സ്പോർട്സ് സെന്റർ ഔട്ട്ഡോർ സ്പോർട്സ് പ്രേമികൾക്കുള്ള ഒരു കേന്ദ്രമാണ്. വർഷം മുഴുവനും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ശൈത്യകാലത്ത് സ്കീയിങ്, സ്നോ ബോർഡിങ് മുതൽ ചൂടുള്ള മാസങ്ങളിൽ ടെന്നീസ്, ക്ലൈംബിംഗ്, ഹൈക്കിംഗ് എന്നിവ വരെ സ്പോർട്സ് സെന്റർ മുറൈൻ്റെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ആൽഫൈൻ സ്പോർട്സ് സെന്ററത്തിന് മുന്നിലുള്ള റോഡിലേക്ക് അടുക്കുമ്പോൾ അന്തരീക്ഷം ചെറുതായി മാറുന്നു. പ്രവർത്തനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ സ്പോർട്സ് സെന്ററിൻ്റെ കൂടുതൽ ഊർജ്ജസ്വലത സ്പഷ്ടമാകും. ആളുകൾ കേന്ദ്രത്തിലേക്ക് പോകുന്നു. ചിലർ അതൊരു പ്രവർത്തനത്തിനായി തയ്യാറെടുക്കുന്നു, മറ്റുള്ളവർ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ പോകുന്നു. ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ നിശബ്ദതയ്ക്കും ആൽഫൈൻ സ്പോർട്സിൽ പങ്കെടുക്കുന്നവരുടെ ഊർജ്ജത്തിനും ഇടയിലുള്ള ഒരു പാലമായി സ്പോർട്സ് സെന്റർ പ്രവർത്തിക്കുന്നു. ഇത് മുറൈൻ്റെ മൊത്തത്തിലുള്ള ചലനാത്മകതയ്ക്ക് സംഭാവന നൽകുന്നു. ബാൻഹോഫ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നവർക്ക് സ്പോർട്സ് സെന്ററിന്റെ മുന്നിലുള്ള റോഡ് പ്രദേശം വാഗ്ദാനം ചെയ്യുന്ന വിവിധ സൗകര്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കേന്ദ്രമാണ്. സ്റ്റേഷനിൽ നിന്ന് വരുന്ന സന്ദർശകർക്ക് ഈ സ്ഥലം സൗകര്യപ്രദമാണ്. കാരണം ഇത് എളുപ്പത്തിൽ നടക്കാൻ കഴിയും. കുടുംബങ്ങൾക്കും കായിക താരങ്ങൾക്കും മേഖലയിലെ വൈവിധ്യമാർന്ന ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് അനുയോജ്യമായ സ്ഥലമായി മാറുന്നു. റോഡ് നന്നായി പരിപാലിക്കപ്പെടുന്നു. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും പാതയിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയും. സ്പോർട്സ് സെന്ററിന് സമീപമുള്ളതിനാൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ സീസണിൽ, പ്രത്യേകിച്ച് ശൈത്യകാലത്തും വേനൽക്കാലത്തും മുറൈൻ സന്ദർശകരുടെ വലിയൊരു ഒഴുക്ക് കാണുന്ന സമയത്ത് റോഡ് സാധാരണയായി തിരക്കേറിയതായിരിക്കും. എന്നിരുന്നാലും ചുറ്റുപാടുകളുടെ പ്രകൃതി സൗന്ദര്യം എപ്പോഴും പ്രകടമാണ്. പാതയിൽ മരങ്ങൾ നിരന്നിരിക്കുന്നു. പർവ്വതങ്ങൾ ഒരു ഗംഭീര പശ്ചാത്തലമായി വർദ്ധിക്കുന്നു. നമ്മൾ ഈ റോഡിൽ നിന്നും സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആൽപ്സ് പർവ്വതനിരകളുടെ പല കൊടുമുടികളുടെ ഒരു ഇതാണ്. ഇപ്പോൾ ഈ താഴേന്ന് ഇങ്ങനെ മഞ്ഞ് മൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ദൃശ്യമല്ല. നമുക്ക്
പടം കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് ഈ വഴിയുടെ സൈഡിൽ കാണുന്ന മുഴുവൻ ഹോട്ടൽസാണ്. ഇതിൻ്റെ ബാൽക്കണികൾ നമ്മൾ മുമ്പേ കണ്ട മുമ്പേ കണ്ട അങ്ങോട്ട് തുറന്നിരിക്കുന്നു. അപ്പോൾ ഈ ബാൽക്കണികൾ ഇരുന്നെല്ലാം ഈ ഇതിൻ്റെ ആൽപ്സിൻ്റെ കൊടുമുടികളെ വീക്ഷിക്കാനുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് കുറേശ്ശെ ഇത് മൂടി മഞ്ഞ് മാറി നമുക്ക് ആ പർവ്വത ശൃംഗങ്ങളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന മുറൈൻ എന്ന് പറയുന്ന ആ പർവ്വതങ്ങളുടെ താഴ്വാരത്തിന് തൊട്ടടുത്തായിട്ടുള്ള പൊങ്ങിയ പ്രദേശമാണ്. നമ്മൾ ആ കാണുന്ന പർവ്വത ശൃംഗങ്ങൾക്കും ഈ മുറൈൻ എന്ന് പറയുന്ന സ്ഥലത്തിനും ഇടയിലുള്ള താഴ്വരേനെയാണ് ലൗട്ടർബൺ എന്ന് പറയുന്നത്. ആ താഴ്വരയിലേക്ക് നമ്മൾ അപ്പുറം കാണുന്ന ആ പർവ്വത ശൃംഗങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ നിൽക്കുന്ന സ്ഥലത്തിന് പുറവശം കുറച്ചുകൂടി പൊങ്ങിയതാണ്. ഇവിടെ നിന്നുള്ള മഞ്ഞുരുകി വെള്ളം മുഴുവൻ ആ താഴ്വരയിലേക്കാണ് പതിക്കുന്നത്. അതാണ് അവിടെ 70-ൽ പരം ഈ വെള്ളച്ചാട്ടങ്ങൾ ആ താഴ്വരയിലേക്ക് പതിക്കുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ നടുവഴി, ആ താഴ്വരയുടെ നടുവഴി ഒരു വലിയ തോട് ഒഴുകുന്നുണ്ട്. അവിടെ മുഴുവൻ വീടുകളും മനോഹരമായ കെട്ടിടങ്ങളും, അവിടുത്തെ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ അവസാന വീഡിയോ ആയിട്ടാണ് ലൗട്ടർബണിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്. ഇത് ഈ ഓരോ കെട്ടിടങ്ങളിലേക്ക് പോകാനുള്ള ഇടവഴികളാണ്. നമ്മൾ ആ വഴിയിലേക്ക് മാറി നിന്നാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗികൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മഴ മാറി ഈ കോടമഞ്ഞുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. മാറുമ്പം ആ നല്ല പ്രകൃതി ഭംഗി, നല്ല മഞ്ഞ് പുതഞ്ഞ കൊടുമുടികളും അവയ്ക്ക് മുകളിൽ നീലാകാശവും ഏതൊരു ഒരു ചിത്രകാരനും ഒപ്പിയെടുക്കാൻ പറ്റിയ ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നടത്തത്തിൻ്റെ പ്രാരംഭഭാഗം പലപ്പോഴും പച്ചപ്പ് നിറഞ്ഞ പുഷ്പപ്പെട്ടികളുള്ള മരച്ചാലറ്റുകൾ ആകർഷകമായ ആൽഫൈൻ വാസ്തുവിദ്യ എന്നിവയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. സന്ദർശകർ റെയിൽവേ സ്റ്റേഷൻ തിരക്കിൽ നിന്ന് മാറി കൂടുതൽ ശാന്തമായ ഒരു പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുറൈൻ്റെ വിചിത്രത തന്നെ വിശ്രമിക്കുന്ന ഒരു യാത്രയ്ക്ക് വേദിയാക്കുന്നു. ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ അകലെ പക്ഷികളുടെ ചിലയ്ക്കുന്ന വ്യത്യസ്തമായ ശബ്ദവും കാറ്റിൽ ആടുന്ന പൈൻ മരങ്ങളുടെ സൂക്ഷ്മമായ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പുതിയ പൈൻ മരങ്ങളുടെയും കാട്ടുപൂക്കളുടെയും ഗന്ധം വായുവിൽ നിറയുന്നു. ഇത് ആൽപൈൻ പരിതസ്ഥിതിയുടെ ഇന്ദ്രിയാനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. നടത്തം ഏതാണ്ട് ദാനാത്മകമായി തോന്നുന്നു. ഓരോ ചൂടും നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതി ലോകവുമായുള്ള ഒരു ബന്ധമായി മാറുന്നു. ഇതാണ് ആൽപൈൻ സ്പോർട്സ് സെന്റർ എന്ന് പറയുന്നത് മുറൈനിലെ. ആൽപൈൻ സ്പോർട്സ് സെന്ററിന് മുന്നിലുള്ള റോഡിലേക്ക് ക്രമേണ നിങ്ങളെ നയിക്കുന്ന ഒരു സാവധാന ചെരിവുള്ള പാതയിലൂടെയാണ് നടത്തം. നടത്തം പുരോഗമിക്കുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ കൂടുതൽ പരുക്കനായിത്തീരുന്നു. കൂടാതെ കുറച്ച് തിരിവുകളും ചെരിവുകളും ഉള്ള റോഡിലൂടെ ആണ് പിന്നെയുള്ള നടത്തം. ആൽപൈൻ കാലാവസ്ഥയിൽ വരുന്ന വിവിധ സസ്യജന്തുജാലങ്ങളുടെ സാന്നിധ്യത്താൽ നടത്തത്തിൻ്റെ ഈ ഭാഗം കൂടുതൽ ആകർഷകമാകുന്നു. ഇവിടെ ഒരു ചെറിയ ഫൗണ്ടൻ പോലെ ഈ കരിങ്കല്ലിൻ്റെ ഒരു കരിങ്കല്ല് തുളച്ച് അതിൻ്റെ നടുക്ക് ഫൗണ്ടൻ പോലെ വെച്ചിരിക്കുകയാണ്. ചുറ്റും മിറ്റിലിട്ട ഭാഗമാണ്. അതിൻ്റെ അടുത്ത് 2 ചെറിയ കരിങ്കല്ല് വെച്ചിട്ടുണ്ട്. അതിരിക്കാനുള്ളതാണോ എന്നറിയില്ല. നമുക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുമുടികളുടെ മുകളിൽ നിന്ന് ഈ കോടമഞ്ഞ് മാറി വരുന്നുണ്ട്. നമുക്ക് പർവ്വത ശൃംഗങ്ങൾ കുറച്ചുകൂടെ നമുക്ക് ഇപ്പം ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ മലയുടെയും മുകൾ ഭാഗത്തെല്ലാം മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് മുകളിൽ ഇടതൂർന്ന് മരങ്ങൾ വളരുന്നു. പുറയിൽ കണ്ടതും ഹോട്ടലാണ്. ഈ കാണുന്നതൊക്കെ ഈ സ്റ്റേയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. സീസൺ അനുസരിച്ച് ഇവിടുത്തെ ഭൂപ്രകൃതി വ്യത്യാസപ്പെടാം.
വേനൽക്കാലത്ത് ആൽഫൈൻ പുൽമേടുകളാൽ നിറഞ്ഞിരിക്കുന്ന ആ പാത ആൽഫൈൻ പ്രദേശത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു പുഷ്പമായ എഡൽവീസ് ഉൾപ്പെടെ ഊർജ്ജസ്വലമായ കാട്ടുപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ഒരു മാർമോട്ട് അല്ലെങ്കിൽ ഒരു ചുവന്ന കുറുക്കൻ പോലെയുള്ള ചില പ്രാദേശിക മൃഗങ്ങളെ പാതയ്ക്ക് കുറുകെ ഓടുന്നത് കാണാൻ കഴിയും. ഇതൊരു അനുഭവത്തിന് വിചിത്രത നൽകുന്നു. ഇവിടെ കാർ രഹിത ഗ്രാമമാണെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള എല്ലാ മോട്ടോഴ്സും ഉണ്ട്. നമ്മൾ അവിടുത്തെ ഈ പാത അതെല്ലാം കണ്ടിട്ട് അവിടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോവുകയാണ്. ആ നേരെ കാണുന്ന ആ മരങ്ങൾക്ക് അപ്പുറേ കാണുന്നതാണ് ഇവിടുത്തെ മുറൈൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും ഈ ഭാഗത്തെല്ലാം നിറയെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുവാണ്. കോടമഞ്ഞ് ക്ലിയർ ചെയ്താൽ ഈ ഭാഗം കാണാൻ ഭയങ്കര രസമാണ്. നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് ആ സൈഡ് വഴി, ആ വീടിൻ്റെ സൈഡ് വഴി ഒരു വഴി ഈ ഒരു മലയുടെ സൈഡിനോട് ചേർന്ന് ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആ വഴിയെ നടന്ന് നേരത്തെ ഇപ്പം പോയ അതിന് പാരലായിട്ട് ആ വഴിയെ നടന്ന് അവിടെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു ഈ പോയിൻ്റൊക്കെ ഈ ആൾക്കാർ ഒരു കുറ്റിയെ കയറി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതൊക്കെ ആ ഭാഗത്താണ്. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് താഴോട്ടിറങ്ങി അപ്പുറത്തെ വഴിയെ കൂടെ ഇതിൻ്റെ താഴോട്ടുള്ള വഴിയെ കൂടെ നേരെ ആ ഭാഗത്തേക്ക് കൂടെയുള്ളതാണ് അടുത്ത വീഡിയോ. ഇതാണ് നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ട ഈ മരം. ഇതിൻ്റെ ഈ ചെറിയ കമ്പുകൾ കോതി ഒതുക്കുമ്പോഴാണ് ഇങ്ങനെ മുഴ പോലെയുള്ള കമ്പുകളായിട്ട് ഇത് മാറുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഈ എല്ലാ വർഷവും ഈ ചെറിയ കൊമ്പുകൾ കോതി ഒതുക്കി ആ മരം മാത്രമായിട്ട് വെക്കും. അത് കഴിഞ്ഞ് ഈ മഞ്ഞ് മാറി അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും ഇതിങ്ങനെ പൊട്ടിത്തളർക്കും. അപ്പോൾ അങ്ങനെ ഈ മരം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.